أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه وذريته وأهل بيت سيدنا ومولانا محمد وبارك وسلم عليه. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി പ്രതികരണവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിപ്പോൾ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നതല്ല. ഇതെടുത്ത് പറയാനൊരു കാരണം, തലയിൽ തട്ടിട്ട് ഒരു സെലഫി നാളൊരു വെല്ലുവിളി നടത്തിയമാതിരി പറഞ്ഞു, ആർക്കെങ്കിലും ഇതിന് കളവ് പറയാൻ പാടുണ്ടോ, ആർക്കെങ്കിലും ഇത് പറയാൻ കഴിയുമെങ്കിൽ അത് പിന്നെ അവർ പറയണമെന്ന് മനസ്സിലാക്കി തരണമെന്നില്ല കൂടി. ബഹുമാനപ്പെട്ട സെലഫി അവരുകളെ, നിങ്ങളുടെ പേര് റഫീഖ് എന്നാണെന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ പേര് പറഞ്ഞ് ആരോടും ഇങ്ങനെ പറയാറില്ല. തെറ്റുണ്ടെങ്കിൽ എന്നെ വന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ പറയാം. പിന്നെ കളവ് പറയുക എന്ന് പറഞ്ഞാൽ, കളവ് പറയൽ നിർബന്ധമുള്ള സ്ഥലമുണ്ട്, കളവ് പറയൽ ജായിസുള്ള സ്ഥലമുണ്ട്, പിന്നെ കളവ് പറയൽ ഹലാലായ സ്ഥലമുണ്ട്. ഇങ്ങനെ പല ഇതുകൊണ്ട് കളവ് പറയലിന്. ചില സ്ഥലത്ത് ഇപ്പോൾ കളവ് എന്ന് പറയുന്നത് നിർബന്ധമായി വരും. ഒരാളിപ്പോൾ നമ്മൾ അഭയം തരണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ അയാളിവിടെ ഉണ്ട്, എഴുപ്പ് വെച്ചാൽ ആളില്ല, അയാളിവിടെ ഇല്ല എന്ന് പറയുന്നത് നിർബന്ധമാണ്. അപ്പം അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് കളവ് പറയേണ്ടി പറഞ്ഞത് എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ അടിസ്ഥാനം തട്ടുന്നതാക്കാനൊക്കെ തരാം. ആ രൂപത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചേ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ അല്ലെങ്കിൽ ഒരു ഹിംസ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള സന്ദർഭം എന്താണ് വളരെ കുലങ്കഷമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വേറൊന്ന് അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിയന്ത്രിക്കുന്നത് ആത്മീയമായ നിയന്ത്രണമാണെങ്കിൽ എന്തുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് അവിടെ ബഹളം ഉണ്ടാവാൻ, പിന്നെ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ്, എന്തുകൊണ്ട് ബഹളം ഉണ്ടായതൊക്കെ ശരിക്കും ചിന്തിച്ചാൽ ബഹുമാനപ്പെട്ട സലഫി അവർകളെ അത് ആത്മീയ നിയന്ത്രണത്തിൽ തന്നെയാണെന്ന് കലാശിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരാൾ ഒരു ശരിക്ക് അല്ലായിരുന്നു എങ്കിൽ എന്താ അവിടെ സംഭവിക്കാമെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി പറഞ്ഞത്, ഞാനിവിടെ ഇരുന്നോളാം, നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ഞാൻ പോകുന്നില്ല. അപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും എന്നെ പറ്റിയുള്ള എതിരഭിപ്രായത്തിൽ വന്നാൽ എനിക്കത് തിരുത്തി പറയാമല്ലോ എന്നാണ്. നിങ്ങൾ സങ്കല്പിക്കൂ, എതിരഭിപ്രായം വന്നു, അയാൾ തിരുത്തി പറയാമെന്ന് തോന്നുന്നു, അയാളെ ഭാഗമുള്ള വേണ്ടിയിട്ട് സമ്മതിക്കൂലേ, വേണ്ടിയിട്ട് അങ്ങോട്ട് ബഹളമില്ലേ, മറ്റവരത് അങ്ങനെയല്ല എങ്ങനെയാണെന്നറിയൂലേ. കള്ളന്മാരെഴുതി കത്തുന്ന കള്ളന്മാരെഴുതിയ കള്ളന്മാരെന്നെ വിട്ടുകൊടുക്കുമോ, കളവ് കൊണ്ട് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക. അപ്പം എന്തുണ്ടാവും, അവിടെ ഫൈറ്റിങ് നടക്കൂലേ, ഒന്നും തള്ളും കുത്തും പിടിയോടിയും ഉണ്ടാവില്ലേ, പല മീറ്റിങ്ങുകളും നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അവിടെ ആരാ നിയന്ത്രിച്ച ആത്മീയമായ ഒരു നിയന്ത്രണം അവിടെ വന്ന് എന്ത് സംഭവിച്ചു? ഇത് പറഞ്ഞ പാട്, കള്ളന്മാരെന്ന് പറഞ്ഞ പാട് ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുക്കാർ തങ്ങൾ അവിടുത്തെ സദസ്സ് എണീറ്റ് പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരാത്മീയ ശക്തി കൊണ്ടാണ്, ഒരു ഉണർത്തൽ കൊണ്ട്. പോന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞോളം അവിടെ ചർച്ച നടക്കും, അപ്പോൾ എന്തുണ്ടാവും, സമാധാനമായിട്ടുകൂടെ പറയും, അപ്പോൾ വാക്കേറ്റുണ്ടാവും, അപ്പോൾ അടിപൊളി ഉണ്ടാവും, ഉണ്ടാവും. പല മീറ്റിങ്ങിലും പല പിന്നെ സമ്മേളനത്തിൽ നമ്മൾ കാണുന്നതാണത്. അപ്പം അതെന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരു നിയന്ത്രണം ജഫ്രി മുത്തുക്കാർ തങ്ങൾക്ക് തോന്നി, ഞാൻ ഇറങ്ങിപ്പോട്ടെ, ഏതായാലും എന്നെക്കൊണ്ട് പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു കാരണം അവിടെ ഉണ്ടാക്കിയിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരിറങ്ങി പോകുന്നത് കൊണ്ട് എന്തായി, അതോടുകൂടി മറ്റുള്ളവരും എന്ത് ചെയ്ത് ഇനി പിന്നേക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. അപ്പോൾ ഒരു കളവ് അവിടെ പറയൽ ചിലപ്പോൾ ജായിസായത് കൊണ്ടാണ് കളവ് പറയേണ്ടി വരുന്നത്, കളവ് പറഞ്ഞത് അതെന്താണല്ലേ, അതും പറയാം. ഇപ്പോൾ മുത്തുപേട്ട തങ്ങൾ പിന്നെ ജഫ്രി മുത്തുക്കാർ തങ്ങൾ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ചാനലുകാരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ചെയ്തത്, അതാ കളവ് തന്നെ. ഇതിപ്പോൾ ചാനലുകാരോടെല്ലാം പറഞ്ഞോളൂ, വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പറയുന്നില്ല എന്നിട്ട് എന്ത് ചെയ്യാനവർ പറയാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, പറയാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതല്ല, നല്ല നിലയ്ക്ക് നമ്മൾ മാധ്യമപ്രവർത്തകരെയും കൊണ്ടുപോകണം, ചാനലുകാരെയും കൊണ്ടുപോകണം, നമ്മളിൽ ഒരു ഒച്ചകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു ജായിസായ ഒരു പൊള്ള് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കളവാണ് പറയൽ നിർബന്ധമായത് കൊണ്ട് ആ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ കരുതിയാൽ മതി. അങ്ങനെയാണ് അതിൻ്റെ സത്യാവസ്ഥ, അതാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനൊക്കെ കുറച്ച് ചെറുതായ കാലത്ത്, ഇപ്പോഴൊന്നുള്ള കാര്യമല്ല, 10-60 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അന്ന്
ഈ സമസ്ത വളർന്നിരുന്നു. അഖില കേരള സമസ്ത എന്ന് പറഞ്ഞിട്ട് കേരള സമസ്ത ലീഗ് എന്ന് പറഞ്ഞിട്ട് സമസ്ത ഉണ്ടാക്കിയിരുന്നു. അത് ലീഗല്ല, അഖില കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. അന്ന് വളരെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കുറേ ആളൊക്കെ മരിച്ചൊക്കെ പോയിണ്ടാവും. ഞാൻ വളരെ കുറേ ഉള്ളത് കൊണ്ട്, സൂക്ഷ്മത ഉള്ളത് കൊണ്ട് ഞാൻ ആളെ പറയുന്നില്ല. ഏതായാലും അത്ര മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഖില കേരള പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പകരമായിട്ട് അഖില സംസ്ഥാന മുസ്ലിം ലീഗ് എന്നിട്ട് പറഞ്ഞിട്ട് ഒരു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അന്ന് പ്രഗത്ഭരായ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. മറുപടി പി എം അബൂബക്കർ സാഹിബ്, കെ യു സാഹിബ്, പിന്നെ ഇങ്ങനത്തെ കുറേ ആൾക്കാർ. പിന്നെ ബഷീർ, ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലുള്ള ബഷീർ സാഹിബ്, ഇവരൊക്കെ അന്ന് അഖിലയിൽപ്പെട്ട ആളായിരുന്നു. അന്ന് മറുപടി സി എച്ച് മുഹമ്മദ് സാഹിബ് പറഞ്ഞത്, പിന്നെ പുഴ കടലിലേക്ക് ചേരാന്നല്ലാതെ പുഴയിലേക്ക് കടലിലേക്ക് ചേരില്ല എന്ന് ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ സംഭവിച്ചതും അത് തന്നെയാണ്. അവസാനം അവർ അഖില പിന്നെ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട്, അതുപോലെ തന്നെ അഖില പിന്നെ സമസ്തയും പിരിച്ചുവിട്ട്. അതൊക്കെ അവസാനം ഉണ്ടായെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ആത്മീയ നിയന്ത്രണം ഉള്ളത് കൊണ്ട്, ആത്മീയമായ ഒരു നിയന്ത്രണം, ഒരു ഇതിൽ ശക്തി ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. ഞാൻ എൻ്റെ ധാരണയിൽ വിശ്വസിക്കാം. പിന്നെ മറ്റൊരു കാര്യം, അന്ന് അൽബയാൻ എന്ന് പറഞ്ഞിട്ടൊരു അറബി മലയാള മാസിക ഉണ്ടായിരുന്നു. പിന്നെ കുറേ പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. സുന്നി വോയിസ്, സുന്നി ടൈംസ്, അതൊക്കെ. പിന്നെ എന്തൊക്കെ അതിൻ്റെ പേര് എണ്ണാമൊക്കെ പറയുമ്പോൾ കുറേ ചിലപ്പോൾ പൊള്ളൊക്കെ കുടുങ്ങി പോയി. ഞാനൊന്നും പറയുന്നില്ല, ഒരു ഉദാഹരണങ്ങൾ പറയാം. അതൊക്കെ തന്നെ പിന്നെ ഇപ്പം തന്നെ പറയാം, ഇപ്പം തന്നെ നല്ല വരുമാനമുള്ളൊരു പിന്നെ പ്രസ്ഥാനമായി സമസ്ത. 10,000-കണക്കിലും മദ്രസകൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ആലോചിച്ചാൽ അറിയാലോ. അപ്പോൾ 2 ലക്ഷം ഉറുപ്പിക ഒരു ദിവസം വലിച്ചു പോയാൽ അറിയൂല. ഒരു ദിവസം 2 ലക്ഷം വലിച്ചാൽ അറിയാതെ വലിക്കാൻ കഴിയും. അതിലിപ്പോൾ ഖജാൻജി, സെക്രട്ടറി, പ്രസിഡൻ്റൊക്കെ ആണെങ്കിലൊക്കെ ഉണ്ടല്ലോ. കാര്യമായിട്ട് മുത്തുക്കാത്തങ്ങൾ ഒരു വാക്ക് പറയാറുണ്ട്, ഈ ദുനിയാവിൻ്റെ കാര്യം എന്തെങ്കിലും കിട്ടാനുള്ളവരൊന്നും ഇതിൽ ചേരണ്ട, ഇത് ആഹാരത്തിൻ്റെ കാര്യം പോലും കിട്ടാൻ മാത്രമുള്ളവർ ചേർത്താൽ മതി. പലപ്പോഴും അവർ പറയുന്ന ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈ പ്രസ്ഥാനത്തിൽക്കാരും വരണ്ട. ഇവർ വരുന്നത് ആഹാരത്തിൽ എന്തെങ്കിലും കിട്ടാൻ, നിങ്ങൾ ദ്വാരക്കും അല്ലെ ദ്വാരപ്പിക്കും, ഇങ്ങനത്തെ ദ്വാരത്തിന് ആരണ്യങ്ങൾ പണ്ഡിതന്മാരെ കൊടുത്ത് ദ്വാരക്കും. അക്കൂട്ടത്തിൽ ദുനിയാവിൽ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അത് അനുഭവിക്കണ്ടെന്നല്ല പറയുന്നത് എന്ന് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ഇപ്പോൾ കുറച്ചാൾ മരണപ്പെട്ടു പോയി. ഏതായാലും ഒരു ഖജാൻജി അവർ സെയ്ദ് വംശത്തിൽപ്പെട്ട ആളായിട്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. ഇവിടമുള്ള കക്കാടുള്ള അതാ പുറത്തെടുക്കട്ടെ. ഖജാൻജി ആയിരുന്ന സമയത്ത് ഒരു കേസ് പിടിക്കപ്പെട്ടു. ആരും അറിഞ്ഞില്ല, പരസ്യമാക്കിയില്ല. അന്ന് ഈ ചാനലുകാരൊന്നുമില്ല, അല്ലെങ്കിൽ പത്രക്കാരോടൊന്നും കഴിയാതെ അയാളെ ഖജാൻജി ആയിരുന്നു മെല്ലെ പിരിച്ചുവിട്ടു. ആരും അറിയില്ല. പിന്നെ കേരളത്തിലൊട്ടാകെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായ ഒരു വാഗ്മി, ഒരു പണ്ഡിതൻ, എല്ലാവരും അറിയുന്ന മറ്റേ റാമത്ത് വരെ എന്ന് തോന്നിക്കുന്ന, അതായത് പല രൂപത്തിലും പല ആൾക്കും ഉദാഹരണം അവിടെ പല കിട്ടാന്നൊക്കെ പറയുന്നൊരു മനുഷ്യണ്ടായിരുന്നു. അയാളുടെ പേരിലും ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. സാമ്പത്തികമായിട്ട് ഇടപെടുമ്പോൾ പലപ്പോഴും വളരെ കുറവില്ലെങ്കിൽ വന്ന് വായന്നാണ്, വായ്പെടുത്തൊന്നായിട്ട് പോട്ടെ. ആരും അറിയാതെ മെല്ലെ അയാൾ ഈ സ്ഥാനത്ത് നിന്ന് നീക്കി. അതിലൊരാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, മറ്റാൾ ഒഫാത്തായിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഈ 2 ലക്ഷമൊന്നും പിൻവലിച്ചാൽ അറിയൂല. പിന്നെ ഇത് ഇപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് വരുമാനമുണ്ട് സമസ്തക്ക്. ഈ സമസ്തയിൽ വരുമാനം കിട്ടിയിട്ടാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഖജാൻജിയോ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ അയക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള വ്യാമോഹമുള്ളവരൊക്കെ ഉണ്ടാവാം. ഞാൻ ഒന്നും പറയുന്നില്ലേ, അതൊന്നും ഉദ്ദേശിച്ച് പറയല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അയക്കാം. അല്ലാതെ എന്ത് കിട്ടാൻ ആരോന്ന് ചോദിച്ചത്, ഒരു പിന്നെ വക്കപ്പോഴുള്ള ഒരു മെമ്പറാകാം, അല്ലെങ്കിൽ പിന്നെ മറ്റേ എയർപോർട്ടിൽ ഒരു മെമ്പറാകാം. അങ്ങനെയൊക്കെ അല്ലാണ്ട് ഇത് നേട്ടായാലും കൂടെ കിട്ടാമെന്നൊക്കെ ഒരാൾ ചോദിച്ചത്. പിന്നെ ഇതിലൊക്കെ നമ്മൾ കണക്കൂട്ടണ്ടേ, ഒരു പിശാചിൻ്റെ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ഒക്ടോബർ 30-നാണെന്ന് എനിക്ക് തോന്നുന്നത്, പിന്നെ ഇയാളെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബിൽ തെറ്റിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സംഘടനയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടാവും, രഹസ്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ
മതപരമായിട്ടുള്ള ചിലതിലേക്കൊക്കെ സ്പർശിച്ചുകൊണ്ട് മറ്റുള്ള മതക്കാരിലെടുത്ത് എല്ലാം നമുക്ക് പറയാമെന്നൊക്കെ വിചാരിക്കാൻ പറ്റുമല്ലോ. ഈ കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിന്തിക്കേണ്ടത്. ഒന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന മറ്റുള്ള ഇതര മതക്കാർ വിചാരിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട പിന്നെ മുക്കം വൈശ്യ അവർ വേറൊരു ചെറുതോട് പറഞ്ഞിരുന്നു. അതെന്താ ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ അതും വെറുതെ ഒരു ഗുണമുള്ള കാര്യമല്ല പറഞ്ഞത്. മറ്റൊരു രൂപത്തിൽ നന്നാക്കി പറയാൻ കഴിയുന്നതാണത്. അങ്ങനത്തെ ഒരു വർഗീയ ഷോ ഉണ്ടാക്കുന്നൊന്നും ഇപ്പോൾ പറഞ്ഞുകൂടാ. കാലഘട്ടം അതാണ്. കാരണം എല്ലാവരും വർഗീയവാദികളൊന്നുമല്ല. പിന്നെ നമ്മളേക്ക് ഇവിടെ ഈ ഭരണത്തിൽ ഒത്തുപോകുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും ഞാൻ ചിന്തിക്കാൻ ഇടാൻ പോകുന്നല്ല കേട്ടോ. പക്ഷേ ഒരിക്കലും ഒരു സ്വരൂപിച്ചിട്ട ഒരു രൂപത്തിലല്ല വരുന്നത് അത്. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഞാൻ എന്നാലും നമ്മൾ വിചാരിക്കും എന്താ പ്രിയങ്ക തന്നെ പ്രധാനമന്ത്രിയായി നമ്മൾ രക്ഷപ്പെടായിരിക്കും എന്നുള്ളതാണ്. പല നിയമം കൊണ്ടുവരുന്നുണ്ടല്ലേ, കോടതി എല്ലാ ഓരോ ഭാഗത്തോടുള്ളതാണ്. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി അല്ല പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ആവണം എന്നുള്ള രൂപത്തിലായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുസ്ലിം ലീഗിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും എല്ലാം പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. വോട്ട് ബാങ്ക് വിചാരിച്ചിട്ടാണ്, അല്ലാതൊന്നും പറയുന്നില്ല. കാരണം ഇവിടെ അങ്ങനെയല്ല, രക്ഷപ്പെടാൻ വളരെ സാഹസപ്പെടേണ്ടി വരും. മറ്റുള്ള ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കാരുടെയും നമുക്ക് രാഷ്ട്രീയമായിട്ടൊരു സ്വാധീനം ഉണ്ടെങ്കിൽ അല്ലാതെ നിലനിൽപ്പ് വളരെ സാഹസമായിരിക്കും എന്നുള്ള ഓർത്തുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. ഞാൻ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു കറാമത്ത് കൊണ്ട് തന്നെയാണ് ഇത് ഒത്തുനിലനിന്ന് പോകുന്നത്. അതിന് മുത്തപ്പേട്ട പിന്നെ ജഫ്രി മുത്തുക്കോയ തങ്ങൾ, അതിന് ജഫ്രി മുത്തുക്കോയ തങ്ങൾ പിന്നെ വളരെയധികം ഉത്സാഹിച്ചുകൊണ്ട് വളരെ നല്ല വസ്തുനിഷ്ഠമായി തന്നെ സംസാരിച്ചുകൊണ്ട് ഓരോ ചാനലുകാരോട് പറയും ആ രൂപത്തിലും പിന്നെ ഹലാലായ ചില കളവുകളൊക്കെ പറയേണ്ടിയൊക്കെ വന്നാൽ അങ്ങനെയും എല്ലാം കൂടി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഒപ്പിച്ചു പോവുകയാണ്. അത് പിന്നെ കലക്കി തിരിച്ചാക്കാൻ വേണ്ടി ചാനലുകാർ പാട് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്. അവർക്കെന്താണ്, അവർക്കിങ്ങനെ ലൈക്ക് കിട്ടണം, വ്യൂസ് കിട്ടണം, ഇതാക്കണം, അല്ലെങ്കിൽ ഒത്തിരിവ് ഉണ്ടാകും. ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏത് പാർട്ടിയായാലും ഈ മുസ്ലിം നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല ഒന്നും വരുന്നുണ്ടാകും. കാരണം നമുക്ക് ഒരുപാട് പരിധികളുണ്ട്. നമുക്ക് കള്ളുപിടിക്കാൻ പാടില്ല. അപ്പോൾ കള്ളുപിടിക്കുന്നവർ നമ്മളെ ശത്രുക്കളായിരുന്നു. നമുക്ക് വ്യഭിചരിക്കാൻ പാടില്ല. അപ്പോൾ വ്യഭിചാരം അനുഷ്ഠിക്കുന്നവർ സിഗരറ്റ് നടത്തുന്നവർ നമ്മളെ ശത്രുക്കളായിരിക്കും. പലിശ വാങ്ങാൻ പാടില്ല. പലിശ വാങ്ങുന്നവർ നമ്മളെ ശത്രുക്കളായി. പിന്നെ ഇതേമാതിരി എന്ത് തെറ്റുള്ള കാര്യങ്ങളുണ്ടോ, എന്ത് കലാപം ഉണ്ടാക്കുന്നുണ്ടോ അതിലൊക്കെ മുസ്ലിം ലീഗുകൾക്ക് ചെയ്യാൻ ഒരു പരിധി ഉണ്ടാവും. ആ പരിധി വിടുന്നവര് ഇപ്പോൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്നവർ നമ്മളെ ശത്രുക്കളായി. മയക്കുമരുന്നിൻ്റെ അപ്പം പറയുന്നത്. അതുപോലെ തന്നെ എല്ലാം സിനിമ കാണാൻ പാടില്ല. സിനിമയിൽ അഭിനയിക്കുന്നവർ നമ്മളെ ശത്രുക്കളായി. ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് കാരണം മുസ്ലിമീങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടും ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് അതിന് എതിരായി പ്രവർത്തിക്കുന്നവർ മുഴുവൻ ശത്രുക്കളായി മാറും. അതാണ് നമ്മളവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇനി കൂടുതൽ സങ്കീർണമാകാതെ ശ്രദ്ധിക്കേണ്ട എല്ലാവരുടെയും കടമയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ കള്ളത്തരത്തിൻ്റെ ഞാൻ പറഞ്ഞു. ആരോന്ന് ചോദിച്ചത് ഇങ്ങനെ കളവ് പറയാൻ പാടുണ്ടോ, അതൊന്നും ചേരാ ചെയ്തത് എന്നൊക്കെ. കളവ് അറിയില്ലാമല്ല, ജാഹിദായ സ്ഥലം ഉണ്ടാവും, പിന്നെ നിർബന്ധമുള്ള സ്ഥലം ഉണ്ടാവും, തീരെ പറയാൻ പാടില്ലാത്ത സ്ഥലം ഉണ്ടാവും. മുനാഫിക്കൻ്റെ ലക്ഷണം ഒരു കളവ് അറിയുന്നുണ്ട്, അടുത്ത കളവ് അറിയാം, മുനാഫിക്കൻ്റെ ലക്ഷണമാണ്. അങ്ങനെ പലതുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഒരാൾ ഇതെങ്ങനെ പിന്നെ ചോർന്നു എന്ന് ചോദിച്ചാൽ അതിന് ആ ഭാഗവും ഞാനൊന്ന് പറഞ്ഞുതരാം. ഏറ്റവും ഈ പിന്നെ മുക്കം ഫൈസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒറ്റ സുഹൃത്തുക്കളാണ്. ആര് പിന്നെ ഇവര് എന്താ പറയുക പേര് ഹുദവി ഞാൻ ഒറ്റ സുഹൃത്തുക്കളാണ്. വ്യക്തിപരമായിട്ട് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്, ഒരു ഇതുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹുദവി പറഞ്ഞിട്ടാണ് പിന്നെ മുക്കം വയസ്സിന് പുറത്തടിക്കാനുള്ള ഒരു ന്യൂസ് ചാനലുകാരെങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ചിത്രം ഉണ്ടാക്കാനുള്ള ആരും നോക്കുക. അപ്പോഴ് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ്, ഞാൻ പറഞ്ഞിട്ടല്ല, തങ്ങൾ പറഞ്ഞതനുസരിക്കണ്ടേ അല്ലേ എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടി, സത്യാവസ്ഥ പുറത്ത് പറയാൻ വേണ്ടിയാണ് ഉദവി അത് പറയേണ്ടി വന്നത്. അല്ലാതെ ഉദവി ഒരു കച്ചറ ഉണ്ടാക്കാൻ രഹസ്യം ചോർക്കാനുള്ള പരിപാടിയൊന്നും അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുണ്ടാവാൻ സാധ്യതല്ല, ഉദ്ദേശിക്കുന്ന ആളുമല്ല. ഇങ്ങനത്തെ പണ്ഡിതനാണ് അയാൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് സാരമില്ലാന്നാക്കിയിട്ട് നമ്മൾ എല്ലാം ക്ഷമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. ഇത് പിന്നെ ഏതോ കാലത്തിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പിട്ടാൽ ആർക്കും അത് അറിഞ്ഞുകൂടാത്തത്.
അതിനകത്ത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ സമയമല്ല ഇവിടെ, മുക്കാൽ നായക നേരം അതേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ അപകടം ഓരോന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിക്കുക. അത് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. പറയാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിന്നെ സമയം അനുവദിക്കുന്നില്ല. അങ്ങനെ സംശയാലുമായതുകൊണ്ട് പലതും തെറ്റിപ്പോകുക എന്നുള്ള പേടി കൊണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനിയും വീണ്ടും പറയാനുള്ളത്, എല്ലാവരും യോജിച്ചു കൊണ്ട് പോകാവുന്ന ഒരു അന്തരീക്ഷം മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ എന്തൊക്കെ അനുവദനീയമാണോ അല്ലെങ്കിൽ എന്തൊക്കെ നിഷിദ്ധമാണോ അതിന് നമ്മൾ എതിർത്താൽ, അതിൽ നമ്മളോട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് ഹറാമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഹലാലായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ശത്രുക്കളായി മാറും. അത് നമ്മൾ എല്ലാത്തും ചിന്തിക്കണം. ഇത് ഒരു മതസ്ഥർക്കും നമ്മളെപ്പോലെ ചിട്ടയ്ക്ക് കിട്ടുമിട്ടോ മുട്ടില്ല എന്താണ്. അതാ വേറൊരു കാര്യം. പലിശ വാങ്ങാൻ ആർക്കും പലിശ വാങ്ങാൻ ഒരു കുഴപ്പമില്ല, നമുക്കാ പാടില്ല. അതുപോലെ തന്നെ തെറ്റ് ചെയ്യാം, മാരണം ചെയ്യാം, ഷെഹറ് പൈശാചി കാണാൻ പാടില്ല നമുക്ക്. അതായത് വേറെ ആർക്കെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആരെ ഹലാക്കാക്കുന്നതൊന്നും. ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് രൂപത്തിൽ നീങ്ങണം, എന്ത് ചെയ്യണം എന്നൊക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, അൽ ഇഹ്സാനു അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ് ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അത് മനസ്സിൽ നിങ്ങളൊന്ന് കൊണ്ടുവരണം, നോക്കി ചിന്തിച്ച് നോക്കുക. അള്ള കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു നോക്ക്. ഒരടി മുന്നോട്ട് ചലിക്കാൻ നമുക്ക് തോന്നൂല അനുവദനീയമല്ലാത്ത കാര്യത്തിലേക്ക്. ഇത്രയും പറഞ്ഞ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വല്ലതോ തെറ്റായിപ്പോൾ തോന്നുമെങ്കിൽ പിന്നെ സെലഫിനോട് വരെ ഞാൻ പറയാം, തട്ടട്ട സെലഫി വേരാമല്ലായിട്ടാണ് അങ്ങനെ പറയുന്നത്. അതൊരു ഇഷ്ടമല്ലെങ്കിൽ പൊരുത്തപ്പെടണം. അവരോട് ഞാൻ പറയാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.